മാത്സ് ലേണിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ചെയ്യുന്ന 10ാം ക്ലാസ് മാത്സ് തേർഡ് ലെസൺ സാധ്യതകളുടെ ഗണിതം അഥവാ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠത്തിലെ ആദ്യ വീഡിയോ ആണ്. ഫസ്റ്റ് ലെസൺ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന പാഠം 20 ഭാഗങ്ങളായും സെക്കൻഡ് ലെസൺ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠം 24 ഭാഗങ്ങളുമായാണ് പൂർത്തിയാക്കിയത്. അതിന്റെ ആ രണ്ട് പാഠത്തിന്റെ ആദ്യ ഭാഗങ്ങളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർക്ക് നോക്കാം. ഇന്ന് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ആദ്യ ചോദ്യം വായിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് 71 ആദ്യ ചോദ്യമാണ് വായിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഒരു പെട്ടിയിൽ 6 കറുത്ത പന്തും 4 വെളുത്ത പന്തും. ഇതിൽ നിന്നൊരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണ്? വെളുത്തതാകാനോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. മലയാളം മീഡിയക്കാർ എഴുതിയെടുക്കുക. നമുക്കിനി ഇംഗ്ലീഷ് വായിക്കാം. A box contains 6 black and 4 white balls. If a ball is taken from it, what is the probability of it being black? And the probability of it being white. അപ്പോൾ മനസ്സിലായല്ലോ. 6 ബ്ലാക്ക് ബോളും 4 വൈറ്റ് ബോളും ഉണ്ട് ഒരു ബോക്സിൽ. അതിൽ നിന്നൊരു പന്ത് എടുക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, അത് വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇതാണ് ചോദ്യം. ചോദ്യം എല്ലാവരും എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. മറ്റു പാഠങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊതുവെ അല്പം ഈസി ഉള്ള ഒരു പാഠമാണ്. ഓക്കെ, പക്ഷെ എന്നും പറഞ്ഞ് ഈസി ആണെന്ന് പറഞ്ഞ് നമ്മൾ കരുതിയിരുന്ന് അവസാനം തെറ്റിക്കാനും സാധ്യത ഉള്ളതുകൊണ്ട് ആദ്യം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഈ പാഠത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചോദ്യത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം കൊണ്ട് തന്നെ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബോളും ഉണ്ട്, 4 വൈറ്റ് ബോൾസും ഉണ്ട്. ഓക്കെ, ഇതിൽ നിന്നും ഒരു പന്ത് എടുത്താൽ അത് ബ്ലാക്ക് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത കണ്ടോ, 4 വൈറ്റ് ബോൾ ആകാനുള്ള സാധ്യത. ഈ സാധ്യതകൾ എന്ന പദത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിപ്പോ ഒരു ഇലക്ഷൻ സമയത്താണെങ്കിൽ തന്നെ ആരാണ് ജയിക്കാൻ സാധ്യത എന്നൊക്കെ ചോദിക്കാറില്ലേ? അതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുവാണ് നമ്മൾ ഈ പാഠത്തിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതൊരു സ്റ്റെപ്സ് ആയിട്ട് എഴുതാം. നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എത്രയാണ്? 6 ആണ്. നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് എത്രയാണ്? 4 ആണ്. ടോട്ടൽ ബോൾസ് അപ്പൊ ആകെ എത്ര പന്തുണ്ട്? 6 4 10 പന്തുണ്ട് കണ്ടോ. 6 + 4 = 10 ബോൾസ്. ഓക്കെ, അപ്പൊ ആകെ 10 പന്തുകളാണ് ഉള്ളത്. ഈ ടോട്ടൽ കണ്ടുപിടിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോബബിലിറ്റി ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. ആ ഫ്രാക്ഷന്റെ എല്ലാം ഡിനോമിനേറ്റർ അഥവാ ഛേദമായി വരുന്നത് എപ്പോഴും ടോട്ടൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് 2 സ്റ്റെപ്പ് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ചോദ്യത്തിൽ ടേക്കൺ എന്ന വേർഡാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ടേക്കിംഗ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് എ ബ്ലാക്ക് ബോൾ. കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ബ്ലാക്ക് ബോളിന്റെ മാത്രം എണ്ണം എത്രയാണ്? 6. ടോട്ടൽ ബോൾസ് എത്രയാണ്? 10. ഇത് രണ്ടും കൂടി ഒരു ഫ്രാക്ഷൻ ആയി എഴുതിയാൽ മതിയാവും. വളരെ സിമ്പിൾ കണ്ടോ. അപ്പൊ 6/10 ആണ് കണ്ടോ. അപ്പൊ ബ്ലാക്ക് ബോളിന്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആ ബ്ലാക്ക് ബോളിന്റെ മാത്രം എണ്ണം ന്യൂമറേറ്റർ ആയിട്ട് കൊടുക്കണം. ടോട്ടൽ ബോൾസ് ടോട്ടൽ അവിടെ എത്രയാണോ ഉള്ളത് ആ ബ്ലാക്ക് ഉൾപ്പെടെയുള്ള ടോട്ടൽ എത്രയുണ്ടോ അത് ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കണം. ഇനി ഇതിന് വേണം നമുക്ക് ഷോർട്ട് ചെയ്യാം. 2 വെച്ച് പെട്ടാൻ നേരത്ത് 6-നകത്ത് 2 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമുണ്ട്. 10-നകത്ത് 2 5 പ്രാവശ്യമുണ്ട്. അപ്പൊ 3/5 ആണ് ഇതിന്റെ ഉത്തരം. അതായത് പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് എ ബ്ലാക്ക് ബോൾ, ഒരു കറുത്ത പന്ത് ലഭിക്കാനുള്ള സാധ്യത എന്നാണ് ഇതിന്റെ എഴുതേണ്ടത് കേട്ടോ. ഇതിന്റെയൊക്കെ സ്റ്റെപ്സ് അറിയാലോ. കറുത്ത പന്തുകളുടെ എണ്ണം, വെളുത്ത പന്തുകളുടെ എണ്ണം, ആകെ പന്തുകൾ. അടുത്തത് കറുത്ത പന്ത് ലഭിക്കാനുള്ള സാധ്യത 6/10 = 3/5. ഇനി നമുക്ക് വൈറ്റ് ബോൾസ് ലഭിക്കാനുള്ള സാധ്യത എഴുതാലോ. ഇതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് എ വൈറ്റ് ബോൾ എന്തായിരിക്കും? അപ്പൊ വൈറ്റ് ബോൾ ലഭിക്കാനുള്ള സാധ്യതയാണ്, എടുക്കാനുള്ള സാധ്യത. വൈറ്റ് ബോൾസിന്റെ എണ്ണം എത്രയാണ്? 4 ആണ്. ടോട്ടൽ എത്രയാണ്? 10 ആണ്. അത് രണ്ടും കൂടി ചേർത്ത് ഒരു ഫ്രാക്ഷൻ ആയി എഴുതിയാൽ മതിയോ. അപ്പൊ 4/10 ഉത്തരം 2/5 എന്ന് വരും. ഷോർട്ട് ചെയ്യുമ്പോൾ 2 വെച്ച് പെട്ടുമ്പോൾ 2/5 എന്ന് വരും. ഓക്കെ, പിന്നെ മലയാളം വെളുത്ത പന്ത് ലഭിക്കാനുള്ള സാധ്യത കണ്ടോ. 4/10 = 2/5. എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ. ഇതാണ് ഇതിന്റെ അടിസ്ഥാന നിയമം. ആദ്യത്തെ ചോദ്യം. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. രണ്ടാമത്തെ ചോദ്യം വായിക്കാം. ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തുമുണ്ട്.
മറ്റൊരു സഞ്ചിയിൽ 8 ചുവന്ന പന്തും 7 പച്ച പന്തും. ഓക്കെ, ഇതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? 2, രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താലോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണെന്നാണ് കേട്ടോ. 3, 2 സഞ്ചിയിലെ പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? ഇങ്ങനെ 3 ചോദ്യമാണ്. ചോദ്യം എല്ലാവരും എഴുതിയെടുക്കുക. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. There are 3 red balls and 7 green balls in a bag. കണ്ടോ, ഫസ്റ്റ് ബാഗിൽ 3 7 ആണ്. 8 red and 7 green balls in another. മറ്റൊരു ബാഗിൽ എത്രയാണ്? 8ഉം 7ഉം ആണ്. 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഫസ്റ്റ്, what is the probability of getting a red ball from the first bag? ഫസ്റ്റ് ബാഗിൽ നിന്നൊരു റെഡ് ബോൾ ലഭിക്കാനുള്ള സാധ്യത എന്താണ്? ഫ്രം ദ സെക്കൻഡ് ബാഗ്, അതാണ് രണ്ടാമത്തെ ചോദ്യം. എന്ന് പറഞ്ഞാൽ ഫ്രം ദ സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. തേർഡ്, ഇഫ് ഓൾ ദ ബോൾസ് ആർ പുട്ട് ഇൻ എ സിംഗിൾ ബാഗ്, ഈ പന്തുകളെല്ലാം ഒരു സിംഗിൾ ബാഗ്, ഒരു ബാഗിൽ ഇട്ടു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ഇറ്റ്? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഒരു റെഡ് ബോൾ ലഭിക്കാനുള്ള സാധ്യത എന്താണ്? ഇതാണ് ചോദ്യം. ചോദ്യം എല്ലാവരും എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ആദ്യ സഞ്ചിയിൽ നിന്ന് ഒരു ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത ഏതാണെന്നാണ്. അപ്പൊ നമുക്ക് ആദ്യ സഞ്ചിയിലെ കാര്യം എഴുതാം. നമ്പർ ഓഫ് red balls in the first bag. Number of red balls in the first bag. കണ്ടോ, ആദ്യ സഞ്ചിയിലെ ചുവന്ന പന്തുകളുടെ എണ്ണം. ആദ്യ സഞ്ചിയിലെ ചുവന്ന പന്തുകളുടെ എണ്ണം നമ്മൾ ചോദ്യത്തിലുണ്ട് 3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഗ്രീൻ, ഈ റെഡിന്റെ സ്ഥാനത്ത് ഗ്രീൻ ബോൾസ് ഇൻ ദ ഫസ്റ്റ് ബാഗ് എത്രയാണ്? 7 ആണ്. ഓക്കെ, ഇത് ആ ചോദ്യത്തിൽ തന്നിട്ടുള്ളതാണ്. അപ്പൊ ആദ്യ സഞ്ചിയിൽ ചുവന്ന പന്തുകൾ 3 എണ്ണം ഉണ്ട്, പച്ച പന്തുകൾ 7 എണ്ണം ഉണ്ട്. ഓക്കെ, ഇതിൽ ചുവന്ന പന്ത്, ഇതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്ന പന്താകാനുള്ള സാധ്യത എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ ബോൾസ് കണ്ടുപിടിക്കാം. എന്തിനാണ് ടോട്ടൽ കണ്ടുപിടിക്കുന്നത്? മനസ്സിലായല്ലോ. നമ്മുടെ പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഈ ടോട്ടൽ ആയിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ 3 + 7 = 10. ഇതാണ് ടോട്ടൽ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി എഴുതാനുള്ള കാര്യങ്ങളെല്ലാം ആയി കഴിഞ്ഞു കേട്ടോ. അതാത് പന്തുകളുടെ എണ്ണവും ആയി കഴിഞ്ഞു, ടോട്ടലും ആയി കഴിഞ്ഞു. ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എത്രയാണ്? അപ്പൊ റെഡ് ബോളിന്റെ എണ്ണം എത്രയാണ്? 3 ആയിരുന്നു. ടോട്ടൽ എത്രയായിരുന്നു ആ ബോക്സിൽ? 10 ആയിരുന്നു. അപ്പൊ അത് രണ്ടും കൂടി ചേർത്ത് നമുക്കൊരു ഫ്രാക്ഷൻ ആക്കാം, 3/10. ഇതിന് ഷോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം 3നെയും 10നെയും പൊതുവായ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് ഉത്തരം. ഓക്കെ, അപ്പൊ 3/10 ആണ് ഇതിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ മറ്റൊരു സഞ്ചിയുണ്ട്, അതിലും ചുവന്ന പന്തുകളും പച്ച പന്തുകളുണ്ട്. അതും ഇതേ സ്റ്റെപ്സ് തന്നെ നമുക്ക് അവിടെ എഴുതാം. അപ്പൊ number of red balls in the second bag. ഇതിന്റെയൊക്കെ മലയാളം മനസ്സിലായി. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ, ഒരു ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത എന്നായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നമ്പർ ഓഫ് റെഡ് ബോൾസ് ഇൻ ദ സെക്കൻഡ് ബാഗ്. രണ്ടാമത്തെ സഞ്ചിയിലെ ചുവന്ന പന്തുകളുടെ എണ്ണം. ഓക്കെ, എത്രയായിരുന്നു? ചോദ്യത്തിൽ നോക്കുക, 8 ആയിരുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഗ്രീൻ ബോൾസ് ഉണ്ട് രണ്ടാമത്തെ സഞ്ചിയിൽ. ഗ്രീൻ ബോൾസ് ഇൻ ദ സെക്കൻഡ് ബാഗ് എത്രയായിരുന്നു? 7 എണ്ണമായിരുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ ബോൾസ് എത്രയായിരുന്നു? ഈ 8 7 കൂടെ കൂട്ടി അതിലാകെ 15 പന്തുകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, രണ്ടാമത്തെ സഞ്ചിയിൽ 15 പന്തുകൾ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആവശ്യമായ കാര്യങ്ങളായി കഴിഞ്ഞു. ഓരോന്നിന്റെയും സെപ്പറേറ്റ് എണ്ണവുമായി അതിന്റെ ടോട്ടലുമായി. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ എഴുതേണ്ട ആ സാധനവുമായി ഡിനോമിനേറ്റർ എഴുതേണ്ട സംഖ്യ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. ഇനി എന്താണ്? ഇതിലും സെയിം ചോദ്യം തന്നെയാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം. അല്ലെങ്കിൽ ഗ്രീൻ ബോളിന്റെ കാര്യം ചോദിച്ചില്ല. ഗ്രീൻ ബോളിന്റെ കാര്യം ചോദിച്ചിരുന്നെങ്കിൽ അതും എഴുതാമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ്, പ്രോബബിലിറ്റി ഓഫ് getting a red ball
ഫ്രം ദ സെക്കൻഡ് ബാഗ് എന്ന് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. നമ്മളിപ്പോ ആദ്യം നമ്പർ 2 എഴുതിയിട്ട് സെക്കൻഡ് ബാഗ് ആദ്യം എഴുതാം, അതുകൊണ്ട് ഇനി എഴുതണമെന്നില്ല. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. ഉത്തരം എന്താണ്? റെഡ് ബോളിന്റെ എണ്ണം എത്രയാണ്? 8 ആണ്. ടോട്ടൽ എത്രയാണ്? 15 ആണ്. അപ്പൊ ടോട്ടൽ ഡിനോമിനേറ്ററായിട്ട് ചേർത്ത് എഴുതിയാൽ മതി. ഇത് ഇതിനെ ഷോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉത്തരം എഴുതിയാൽ മതി. 8/15. ഓക്കെ, ഇനി ഒരു ഭാഗം കൂടിയുണ്ട്, അത് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് എഴുതാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി. അപ്പൊ നമുക്ക് എഴുതാം, ഇഫ് all the balls are put in a single bag, ഇത് ചോദ്യത്തിൽ തന്നിട്ടുള്ള വേർഡിംഗ് ആണ്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇഫ് ഓൾ ദ ബോൾസ് ആർ പുട്ട് ഇൻ എ സിംഗിൾ ബാഗ്. ഈ പന്തുകളെല്ലാം ഒരു സഞ്ചിയിലാക്കിയാൽ നമ്പർ ഓഫ് റെഡ് ബോൾസ് എത്രയുണ്ടാവും? പറയും. ആദ്യ സഞ്ചിയിൽ 3 റെഡ് ബോൾ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ സഞ്ചിയിൽ 8 റെഡ് ബോൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാക്കുന്ന ബാഗിൽ 11 റെഡ് ബോൾസ് ഉണ്ടാവും. ഓക്കെ, എളുപ്പമല്ലേ? അതുപോലെ നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് എത്രയായിരിക്കും? ആദ്യ ബാഗിലും 7 ഗ്രീൻ ബോൾ ഉണ്ടായിരുന്നു, സെക്കൻഡ് ബാഗിലും 7 ഗ്രീൻ ബോൾ ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടല് 14 ബോൾ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ നിന്നൊരു റെഡ് ബോൾ എടുത്താൽ ഇതിന്റെ പ്രോബബിലിറ്റി എന്താണെന്ന് കാണിക്കാൻ ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ ബോൾസ്, ആകെ ബോളുകളുടെ എണ്ണം എത്രയാണ്? അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടണം 11. അപ്പൊ ആകെ 11 ചുവന്ന ബോളും ഉണ്ട്, 14 പച്ച ബോളും ഉണ്ട്. കണ്ടോ, റെഡ് ബോളിന്റെ എണ്ണം 11 ഗ്രീൻ ബോളിന്റെ എണ്ണം 14. അപ്പൊ ടോട്ടൽ ബോൾസ് കിട്ടാൻ ഇത് രണ്ടും കൂടി കൂട്ടണം. 11 + 14 = 25. അപ്പോ ഈ 2 ബാഗിലെയും പന്തുകൾ ഒരുമിച്ച് ഒരു ബാഗിലാക്കിയാൽ അത് ടോട്ടൽ 25 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടലും കിട്ടി, ഓരോന്നിന്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള എണ്ണവും കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇനി ഫൈനൽ ആൻസറിലേക്ക് പോകാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. ഇവിടെ റെഡ് ബോൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രീൻ ബോൾ ചോദിച്ചിരുന്നെങ്കിൽ അത് എഴുതാൻ വരുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദിസ് ബാഗ് എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എഴുതിയേക്കാം, ഫ്രം ദിസ് ബാഗ്. അപ്പൊ ഈ ബാഗിൽ നിന്നും, ഈ സഞ്ചിയിൽ നിന്നും ഒരു ചുവന്ന പന്ത് ലഭിക്കാനുള്ള സാധ്യത കിട്ടാൻ എന്ത് ചെയ്യണം? ചുവന്ന പന്തുകളുടെ എണ്ണം 11 ആണല്ലോ, ടോട്ടൽ 25 ആണല്ലോ. അത് രണ്ടും കൂടി ചേർത്ത് ഒരു ഫ്രാക്ഷൻ ആക്കിയാൽ മതിയാവും. ഇതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ്, എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം വായിക്കാം. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എന്താണ്? 2 അക്ക സംഖ്യയിൽ പൂർണ്ണവർഗം എത്രയുണ്ടെന്ന് നോക്കണം. ആ പൂർണ്ണവർഗം വരാനുള്ള സാധ്യത എന്താണ്? ഇതാണ് ചോദ്യം. ചോദ്യം എഴുതുക. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. One is asked to say a 2-digit number. What is the probability of it being a perfect square? ഒരു 2-digit നമ്പർ പറയാൻ ആവശ്യപ്പെട്ടാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇതാണ് ചോദ്യം. ചോദ്യം എല്ലാവരും എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ടോട്ടലും വേണം, ഏതിന്റെ പ്രോബബിലിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ എണ്ണവും വേണം. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്രയാണ്? 2-digit നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ 2-digit നമ്പേഴ്സ് എത്രയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ടോട്ടൽ 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്രം 10 to 99 ആണ്. ശരിയല്ലേ? അതായത് ടോട്ടൽ 2-digit നമ്പേഴ്സ് സമം എത്രയാണ്? അതായത് 10 മുതൽ 99 വരെയാണ് 2 അക്ക സംഖ്യ. ശരിയല്ലേ? 10ന് മുമ്പുള്ള സംഖ്യ 9, അത് 1 അക്ക സംഖ്യയാണ്, സിംഗിൾ ഡിജിറ്റ് ആണ്. 99ന്റെ അടുത്ത സംഖ്യ 100, അത് 3 ഡിജിറ്റ് ആണ്. അപ്പൊ 10നും 10ൽ തുടങ്ങി 99ൽ അവസാനിക്കുന്നതാണ് 2-digit നമ്പർ, 2 അക്ക സംഖ്യകൾ. എത്ര എണ്ണം ഉണ്ട് എന്ന് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 99ൽ നിന്ന് 10 കുറച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോകും. 99, കാരണം 10 കുറച്ചാൽ 10 എന്ന് പറയുന്നതിനകത്ത് ഉള്ളതാണല്ലോ, അതുകൊണ്ട് 10 കുറയ്ക്കാൻ പാടില്ല. 10ന് തൊട്ട് മുമ്പുള്ള സംഖ്യ വേണം കുറയ്ക്കാൻ. 10ന് തൊട്ട് മുമ്പുള്ള സംഖ്യ 9 അല്ലേ? അപ്പോ ആകെ 2-digit നമ്പേഴ്സ് കിട്ടാൻ
ടു ഡിജിറ്റ് ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് സിംഗിൾ ഡിജിറ്റിലെ ഏറ്റവും വലിയ സംഖ്യ പറയും. സിംഗിൾ ഡിജിറ്റ് ഒറ്റ അക്കത്തിലെ ഏറ്റവും വലിയ സംഖ്യ 9 അല്ലേ? അപ്പൊ 9 പറയണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 1 2 3 അങ്ങനെ പോയി 99 ഉണ്ടാവും. 3 4 5 6 അങ്ങനെ എഴുതി 99 എഴുതിയാൽ ഇതിൽ 2 ഡിജിറ്റ്സ് തുടങ്ങുന്നത് 10ൽ നിന്നാണല്ലോ. 10 മുതൽ 99 വരെയുള്ള സംഖ്യകളല്ലേ നമ്മൾ എണ്ണം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇല്ലാത്തത് 9 മുതൽ ഇങ്ങോട്ടാണ്. അപ്പൊ നമ്മൾ കുറയ്ക്കേണ്ടത് 99ൽ നിന്ന് 9 ആണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, എല്ലാവരും അത് തെറ്റിച്ച് കളയും. ഇത് തെറ്റിക്കാൻ സാധ്യത മിക്കവരും 99 10 കുറച്ചിട്ട് 89 എഴുതിയപ്പോൾ അപ്പൊ തന്നെ ആൻസർ തെറ്റി. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ആകെ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ 99ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 9 മൈനസ് ചെയ്യണം. അപ്പൊ 99 മൈനസ് 9 സമം 90 സംഖ്യകളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി ഇതില് ഈ 10നും 99നും ഇടയ്ക്കുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരൊക്കെയാണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് between 10 and 99. ഈ 10നും 99നും ഇടയിലുള്ള പൂർണ്ണവർഗങ്ങൾ ആരൊക്കെയാണ്? നമുക്ക് എഴുതാം. ആരൊക്കെയാണ് 10നും 99നുള്ള പൂർണ്ണവർഗങ്ങൾ? 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്. ഇതെല്ലാം സിംഗിൾ ഡിജിറ്റ് ആണ്. ഇനി 4ന്റെ സ്ക്വയർ നോക്കിക്കേ, 16 കണ്ടോ? 4ന്റെ സ്ക്വയർ 16 അല്ലേ? അത് രണ്ടക്കം അല്ലേ? ഓക്കെ, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81. 10ന്റെ സ്ക്വയർ 100 എന്ന് പറയുന്നത് 3 അക്ക സംഖ്യയാണ്. അപ്പൊ രണ്ടക്കം കണ്ട 2 ഡിജിറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇത്ര എണ്ണേ ഉള്ളൂ. 16, 25, 36, 49, 64, 81. പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്ന് മനസ്സിലായില്ല? സംഖ്യകളുടെ വർഗമായി വരുന്ന സംഖ്യകൾ. ഓക്കെ, അപ്പൊ ഇവയുടെ എണ്ണം വേറെ നമ്പർ, അവയുടെ എണ്ണം എത്രയാണ്? 1 2 3 4 5 6 എണ്ണമാണ് അവ ഉള്ളത് കേട്ടോ. വേറെ നമ്പർ, അവയുടെ എണ്ണം 6. ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സെയിം, പറയാനുള്ള, സെയിം എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോ ഒരു പൂർണ്ണവർഗം പറയാനുള്ള സാധ്യത കണ്ട, പ്രോബബിലിറ്റി ഓഫ് സെയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്? പൂർണ്ണവർഗങ്ങളുടെ എണ്ണം എത്രയാണ്? 6 എണ്ണമാണ്. ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ്? 90 ആണ്. എപ്പോഴും ടോട്ടൽ നമ്മൾ ഡിനോമിനേറ്റർ എഴുതണം. അപ്പൊ 6/90 നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കാം. അപ്പൊ 6/90 നമുക്ക് ഇനി ഷോർട്ട് ചെയ്യാം. 90ൽ 6 എത്ര പ്രാവശ്യം ആണെന്ന് അറിയാൻ എന്ത് ചെയ്യണം? 90നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ 9നകത്ത് 6 ഒരു പ്രാവശ്യം, 6 30, 30നകത്ത് 6 15 പ്രാവശ്യം. ഓക്കെ, അപ്പൊ 90ൽ 6 15. അപ്പൊ 6നകത്ത് 6 ഒരു പ്രാവശ്യം, 90ൽ 6 15 പ്രാവശ്യം. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. അപ്പൊ 15ൽ 1 എന്നാണ് ഇതിന്റെ ഉത്തരം. മനസ്സിലായി കാണുമല്ലോ? മലയാളം വഴി ഞാനത് വായിക്കാം. ആകെ രണ്ടക്ക സംഖ്യകൾ 90. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ 10നും 99നും ഇടയിലുള്ള പൂർണ്ണവർഗങ്ങൾ. ഇതിന്റെ മലയാളം എന്താണ്? ഒരു പൂർണ്ണവർഗം പറയാനുള്ള സാധ്യത 6/90 = 1/15. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. എല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ചെയ്ത കണക്കുകളെല്ലാം വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്നുള്ള കണക്കുകളുമായി ഞാൻ വീണ്ടും വരും പുതിയ വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.